ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നത്തോടെ വരുണിന്റെ ഭാര്യയാണെന്നുള്ള അധികാരം നീ അങ്ങ് സ്ഥാപിച്ചെടുക്കണം. അതെങ്ങനെയാ മുത്തശ്ശി? വഴി ഉണ്ടടി. നീയേ ഒന്ന് നേരെ നിന്നാ മാത്രം മതി. ഞാൻ പറഞ്ഞു തരാം. അയ്യോ എന്റെ ദേവി. പാവന്നു കൊച്ച്. ഇതുകൊണ്ടും മാറ്റം വന്നില്ല എങ്കിൽ അടുത്ത ബുധനാഴ്ച ഇവിടെ ഒന്ന് കൊണ്ടുവന്നോളൂ. കഠിനമായ പരീക്ഷണങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. വരൂ. ദുഷ്ടന്മാര് ഇനിയും ബാക്കിയുണ്ടോ? സുകുമാരി, രണ്ടുപേർക്കും സുഖാണല്ലോ അല്ലേ? സുകുമാരി, കണിമംഗലം ഇല്ലാതാക്കാൻ നീ കുറെ കളി കളിച്ചതല്ലേ? ഇനി ഞങ്ങളൊന്ന് നോക്കട്ടെ, നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോന്ന്. രണ്ടെണ്ണത്തിന് ഞങ്ങള് വെറുതെ വിടത്തില്ല. ഇവിടെ മാത്രമല്ല, ഒരുപാട് അമ്പലങ്ങളില് വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി, ആ മുള്ളൻ ചെരുപ്പിട്ട് കാവടി എടുക്കുന്ന ഒരു സ്ഥലം ഇല്ലേ? അയ്യോ അത് വേണ്ട, ഞാൻ ചെയ്യൂല. അല്ല, അവിടെയും പായസം വാരാനുള്ള ചടങ്ങൊക്കെ ഉണ്ട്. അയ്യോ കൂടുതൽ അനുഭവിക്കേണ്ടെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. ഒളുമാരുടെ ഒടുക്കത്തെ ഒരു കാവടിയോട്ടം. കൈയും കാലും നടുവും വേദനിച്ചിട്ട് വയ്യേ. എന്റെ കൈയിന്റെ പൊള്ളലും മാറിയിട്ടില്ല മുത്തശ്ശി, അല്ലെങ്കിൽ ഞാനൊന്ന് ഒഴിഞ്ഞെങ്കിലും തന്നെ. ദേഹം വേദനയ്ക്കുള്ള മരുന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോടി മോളെ? നുറുങ്ങി നുറുങ്ങി വേദനിച്ചോണ്ടിരിക്കുക. മരുന്നൊക്കെ ഇവിടെ ഉണ്ടാവും മുത്തശ്ശി, പക്ഷെ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും അടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കായിരിക്കും. എടി, ഇനി ഒരു കാരണവശാലും എവിടെയൊക്കെ പോകാൻ വിളിച്ചാലും ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാ നമുക്ക് പണി കിട്ടും. ക്ഷേത്രത്തിലൊക്കെ പോയി രണ്ടുപേരും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? മുത്തശ്ശി, ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞങ്ങളും വരുമായിരുന്നല്ലോ. പ്രിയങ്കേ, നല്ല രസമായിരുന്നു അവിടെ ചെന്നിട്ട്. നല്ല രസായിരുന്നു അല്ലേ മുത്തശ്ശി? അല്ല, എന്തു പറ്റിയതാ മുത്തശ്ശി? സുഖമില്ലേ? അത്ര വലിയ സുഖമൊന്നും ഇല്ല. അയ്യോ, പ്രിയങ്കയുടെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ. അവിടെ പായസത്തിൽ എങ്ങനെ കൈയിട്ടോ പ്രിയങ്ക? പറയാൻ പറ്റില്ല. മുത്തശ്ശി മോളും കൂടിയേ ആർത്തി മൂത്തെന്തെങ്കിലും ചെയ്താണെങ്കിലോ? ആർക്കടി ആർത്തി? നീയൊന്നും കാണിച്ചു കൂട്ടുന്ന ആർത്തിയൊന്നും ഞാനും എന്റെ കൊച്ചുമോളും കാണിക്കാറില്ല. എല്ലാം അറിഞ്ഞിട്ടല്ലേടി നിങ്ങൾ വിശേഷം അന്വേഷിക്കാൻ വന്നിരിക്കുന്നേ? അയ്യോ, ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ല പോലും. അവളുമാരെ അവിടെ നിന്ന് കൊല്ലാക്കൊല ചെയ്യുന്നതും പറഞ്ഞ് സുഖിക്കുന്നതും കണ്ട് ഞങ്ങളെ പരിഹസിക്കാമെന്ന് കരുതി വന്നതല്ലേ? അയ്യോ, അതിനവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സുമാര്യമ്മേ. രണ്ടാളും പോവാനല്ലേ പറഞ്ഞേ? ഇനി രണ്ടെണ്ണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓ വാ ചെറിയമ്മേ,
നമുക്ക് പോയേക്കാം. രണ്ടാളും കൂടി ചെന്ന് എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കലിയാ. നമ്മളോട് പറയാതെ അവരെ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിച്ചോട്ടെന്നേ. നമുക്കെന്താ? ചെറിയമ്മിങ്ങ വന്നേ. പ്രിയങ്കേ, ഇവിടെ ഉള്ളവർക്ക് പണി കൊടുത്ത് തീരുമ്പോഴേ ഇവളുമാരെ മാത്രമായിട്ട് ബാക്കി വെച്ചേക്കരുത്. രണ്ടെണ്ണത്തിനെ ഒന്ന് ഒഴിഞ്ഞെടുക്കാനുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയണോ മുത്തശ്ശി? അവർക്ക് രണ്ടുപേർക്കുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കി വെച്ചിരിക്കല്ലേ? ഇനി വൈകിയ ശരിയാവില്ലടി മോളെ. നമ്മള് പട്ടിണി കിടന്ന് നരകിച്ച് ചാവണം. അതുകൊണ്ട് ഇന്നത്തോടെ വരുണിന്റെ ഭാര്യയാണെന്നുള്ള അധികാരം നീ അങ്ങ് സ്ഥാപിച്ചെടുക്കണം. അതെങ്ങനെയാ മുത്തശ്ശി? വഴി ഉണ്ടടി. നീയേ ഒന്ന് നേരെ നിന്നാ മാത്രം മതി. ഞാൻ പറഞ്ഞു തരാം. ചൂടുണ്ടേ? മോളെ, മാഡത്തിന്റെ അസുഖം മാറിയോ? എനിക്ക് അസുഖമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. സംശയം തീർക്കാൻ അമൃതയോടും ചോദിച്ചല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? ചോദിച്ചു. രണ്ടുപേരും അസുഖമൊന്നുമില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അസുഖമായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതി രണ്ടുപേരും കൂടി കള്ളം പറഞ്ഞല്ലേ? ഫിദാമ്മയുടെ സംസാരിക്കുക കൂടി വേണ്ട. ശ്വാസത്തിന്ന് എനിക്കറിയാം അസുഖം ഉണ്ടെങ്കിൽ. സമ്മതിച്ചു. ദേഹത്തിനൊരു ചെറിയ ചൂട് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അത് മാറി. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ ചിന്തയാണോ? മരുന്ന് കഴിച്ചായിരുന്നോ? കഴിച്ചു. മരുന്ന് കഴിച്ചിട്ടേ ഓരോരോ ടെൻഷനും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്കണം. സംസാരിക്കുന്നത് കേട്ടാ ഫോണിന്റെ അപ്പുറത്ത് അമ്മയാണെന്ന് തോന്നുമല്ലോ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഫിദാമാരത്തിന് ചെറിയ കുസൃതിയൊക്കെ ഉണ്ട്. ഓ, കുസൃതി എന്ന് പറഞ്ഞാ ഈ അസുഖത്തിനോടുള്ള കുസൃതി തന്നെ. അതൊന്ന് മാറ്റിക്കൊടുക്കണല്ലോ. അത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ. ഞാനിവിടുന്ന് ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരണോ കഴിക്കാൻ? അങ്ങനെ എന്നെ ഇപ്പൊ രോഗിയാക്കണ്ട.